കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPI-ML റെഡ് സ്റ്റാറിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KV പ്രകാശാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഇത്തരത്തിലൊരു മത്സര രംഗത്തേക്ക് വരാനുള്ള കാരണം? എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ താങ്കൾക്ക്? മത്സരത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം, ഇന്നിപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മുന്നണികളെല്ലാം തന്നെ ഒരു കോർപ്പറേറ്റ് വികസന അജണ്ടയാണ് മുന്നോട്ട് വെച്ച് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ വയനാടിനെ തനത് വികസനം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ നാടി എന്ന് പറയാവുന്ന പ്ലാന്റേഷൻ മേഖല, അതുപോലെ തന്നെ കൃഷി അനുബന്ധ വ്യവസായങ്ങൾ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഭൂരഹിതരായ ആദിവാസികളും ഭൂരഹിത കർഷകരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ അനധികൃതമായി കിടക്കുന്ന 1,60,000 ഏക്കർ തോട്ടം മേഖലയുണ്ട്. ഈ തോട്ടം മേഖലയെ നിയമനിർമ്മാണത്തിലൂടെ പിടിച്ചെടുത്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ മുഴുവൻ ഭൂരഹിത ആദിവാസികൾക്കും കർഷകർക്കും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾക്കും കൊടുക്കുന്നത് വഴി നമ്മുടെ സാമൂഹ്യമായും സാമ്പത്തികമായും മുഴുവൻ ജനങ്ങളുടെയും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു സുവർണാവസരമാണ് ഓരോ ഗവൺമെൻറ്റുകൾക്കും ജനങ്ങളുടെ മാൻഡേറ്റ് നേടി അധികാരത്തിൽ വരുന്ന ഓരോ ഗവൺമെൻറ്റിനും ഉള്ളത്. പക്ഷേ ഇത് ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. പകരം ഇവിടെ ഒരു ആശുപത്രി, ഇവിടെ മടക്കിമലയിൽ സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് പണിയാൻ ഇവർക്ക് താല്പര്യമില്ല. അത് വയനാടിൻ്റെ ഒരറ്റത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചത് വഴി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും യാതൊരുവിധ ഉപകാരവുമില്ലാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ തുരങ്കപാത ഉണ്ടാക്കി വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ടൂറിസത്തിനെ വളരെയധികം ആശ്രയിച്ചുകൊണ്ട് വയനാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാമെന്ന് പറയുന്ന ആളുകൾ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് മാറ്റിയത് വ്യാജമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നാൽ അതേ ആളുകൾ തന്നെയാണ് തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നിർമ്മാണാനുമതി, ഇവിടെ പാരിസ്ഥിതിക അനുമതി വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വളരെ മർമ്മപ്രധാനമായ പാരിസ്ഥിതികവും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂപ്രശ്നവും കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും ആരംഭിക്കേണ്ട വിഷയവും അതുപോലെ വന്യജീവികളിൽ നിന്ന് കർഷകരെ അവരുടെ അധ്വാനത്തെയും അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കേണ്ട വിഷയം, അതുപോലെ തന്നെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഏജൻസികളോ ഒന്നും തീർത്തും അവഗണിച്ചിട്ടുള്ള വിഷയമാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമസമാധാന പ്രശ്നമായി മാറേണ്ടുന്ന പ്രശ്നമാണ് ഇവിടുത്തെ ട്രൈബൽ യുവാക്കളുടെ ദുരൂഹമായ മരണം. അവർ തൊഴിൽ അന്വേഷിച്ച് ഒരു ദേശാടനമായി കർണാടകയിലേക്ക് പോകുന്നു. പിന്നീട് അവർ മൃതശരീരമായാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അത് നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഏജൻസികൾക്കോ യാതൊരുവിധ പ്രശ്നവുമല്ല, യാതൊരുവിധ ക്രമസമാധാന പ്രശ്നമല്ല. ഇതിന് കാരണം ഈ സർക്കാർ മുഖ്യധാര ഏജൻസികളൊക്കെ തന്നെയും ഗോത്ര ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിവേചനത്തിൻ്റെ ഫലമായാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണത്തിലിരിക്കുന്ന ഒരാൾക്കും ഇല്ല എന്ന് തന്നെയാണ്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനകീയ ബദൽ ഇവിടെ വേണം എന്ന് അതിനു വേണ്ടിയാണ്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അത്തരം പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് CPI-ML റെഡ് സ്റ്റാർ വയനാട് ജില്ലയിൽ മത്സരിക്കുന്നത്. എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? വയനാട് കൽപ്പറ്റ ജനറൽ സീറ്റിൽ മാത്രമേ മത്സരിക്കൂ. രണ്ട് സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥികളില്ല അല്ലേ? മറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥികളില്ല.